അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാണ് ആ ദിവസം. തൻ്റെ പൊന്നുമോൻ ഏറെ ആഗ്രഹിച്ച്, ഏറെ കൊതിച്ച്, ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം ഇന്നാണ്. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും കൂട്ടി തൻ്റെ ഹിജാബിയെ കാണാൻ പോകുന്ന ആ ദിവസം. പുലർച്ചെയായിട്ടും തൻ്റെ മകനെ കാണാനില്ലാതെ അറക്കൽ തറവാട്ടിലെ ആ ഉമ്മ തേങ്ങുകയാണ്. മറ്റു മക്കളോടെല്ലാം കാര്യം പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത്, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അവൻ വലിയൊരാളല്ലേ, അവനിങ്ങ് എത്തിക്കോളും, ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് പുറപ്പെടുന്നത്. പക്ഷേ ആ ഉമ്മാക്കറിയാമായിരുന്നു, ഒരു ദിവസം എന്നെ വിട്ടു നിൽക്കുകയാണെങ്കിൽ തന്നെ അവൻ വിളിച്ചു പറയും. വിളിച്ചു പറയാതെ, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കുട്ടി ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വല്ലാതെ ടെൻഷൻ കൂടുകയാണ്. രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. തഹജ്ജുദ് നിസ്കരിച്ച് ഉമ്മ പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടീനെ വിളിച്ചിട്ട് കിട്ടണമില്ല, ഒരു വിവരവുമില്ല, ആരുടെ ഫോൺ നമ്പറും ഇല്ല, കൂടെ പോയവരുടെ. പഠിച്ചവനെ നീ കാക്കണേ റഹ്മാനെ, നിൻ്റെ ഇഷ്ടത്തിൽ മാത്രം നിൽക്കുന്ന എൻ്റെ പൊന്നു മോനാണ് അവനെന്താ ഇതുവരെ എത്താതിരുന്നത്? ഉമ്മ നിസ്കാരപ്പായലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അത് കണ്ടുകൊണ്ട് അതാ സാജി വരുന്നു. ഉമ്മ, ഷാമോൻ ഇതുവരെ എത്തിയില്ലേ? എന്തപ്പോൾ ഇത്ര നേരം വൈകിയതോന്? ഇന്ന് പോകേണ്ടതല്ല ദിവസം, ഇനിയിപ്പോൾ അവിടെ നിന്നൊക്കെ എത്തിക്കിട്ടിയിട്ട് ആയി കിട്ടുമോ? അസറിൻ്റെ ശേഷമെങ്കിലും പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഇവിടുന്ന് ഒരുങ്ങണ്ടേ? സാജിദയുടെ മുഖത്തേക്ക് ഉമ്മ ദയനീയമായി നോക്കി. എൻ്റെ കുട്ടി എവിടെയാണാവോ? എൻ്റെ കുട്ടിക്ക് പഠിച്ചോനെ എന്താ പറ്റിയത്? ഉമ്മ, ഒന്നും പറ്റൊന്നുമില്ല, കുറച്ച് ലോങ്ങ് പോയതല്ലേ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പോയതായിരിക്കും, ഇന്ന് എത്തുമായിരിക്കും എന്തായാലും. എന്നാലും എൻ്റെ കുട്ടി എവിടെ പോകണമെങ്കിലും എന്നോട് പറയാതെ വിളിക്കാതെ നിൽക്കലില്ല, ഇതിപ്പോൾ എന്താ വിളിച്ചിട്ട് കിട്ടണമില്ല. ഉമ്മയുടെ മനസ്സ് തേങ്ങി കരയുകയാണ്, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. നിസ്കാരപ്പായാകെ നനഞ്ഞു കുതിർന്നു. തൻ്റെ പൊന്നു മോൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ഉമ്മ. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. സാജിദ ഹിജാബിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിവെച്ച ആ മിഠായി പൊതികളും അതെല്ലാം ആ ടേബിളിൻ്റെ അരികിലേക്ക് മാറ്റിവെച്ച് ഒന്നുകൂടി സെറ്റാക്കി വെച്ചു. സാജിദ എന്ന് വിളിക്കുന്ന പോലെ അവൾക്ക് പിന്നിൽ നിന്ന് തോന്നുന്നു. ഷാമോനെ, ഉമ്മ, ഷാമോൻ എന്നെ വിളിച്ചോ? ഇല്ല, എന്ത് നീ പറയുന്നത്? എന്നെ ശരിക്കും സാജിദ എന്ന് വിളിച്ചു. നമ്മളെ കുട്ടിക്ക് എന്താ പറ്റിയത് പഠിച്ചോനെ? ഉമ്മ പൊട്ടി പൊട്ടി കരയുകയാണ്. എൻ്റെ കുട്ടി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. എൻ്റെ കുട്ടി എൻ്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യൂല, ഇതും എൻ്റെ സമ്മതപ്രകാരം മാത്രമാണ്. ഞാൻ സമ്മതം കൊടുത്തിട്ടാണ് ഇതിനൊക്കെ നിൽക്കുന്നത്, അല്ലാതെ ഒരിക്കലും ഓൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും തിരഞ്ഞെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഓനക്ക് കുരുത്തും പൊരുത്തും ഉള്ള കുട്ടിയാണ് ഓന്. ഞാനും വിചാരിച്ചു എൻ്റെ മോൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ, അങ്ങനത്തെ ഇങ്ങനത്തൊന്നും കണ്ടുപിടിക്കൂല. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉമ്മ അതാ ആ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴതാ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാളുമുണ്ട്. അയാളിതാ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കയറ്റി ബെല്ലടിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് എത്തിയിരുന്നു. ആ, ഉമ്മയാണോ? അതെ, ആരാണ് നിങ്ങൾ? ഞാൻ ഇവിടെ പള്ളിയിൽ ഉസ്താദാണേ. അല്ല, ഷമ്മാസ് അവനെവിടെ? സാധാരണയായി പള്ളിയിലേക്കും വരാറുമുണ്ട്, എന്നാൽ അത് കണ്ടതുമില്ല. പിന്നെ ഓൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടണേല്ലേ, അവരിങ്ങനെ വിളിക്കുന്നുണ്ട്, എത്ര ആൾ വരും എന്നൊക്കെ ഒരു കറക്റ്റ് കണക്ക് തരാനൊക്കെ വേണ്ടിയിട്ടേ. വിളിച്ചിട്ടും കിട്ടിയില്ല. ഇന്നലെ രാത്രി ഞാൻ വിളിക്കുന്നുണ്ട്, എന്തോ ഫ്ലൈറ്റ് മോഡിലോ അങ്ങനെ എന്താ തോന്നുന്നുണ്ട്, റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ പോലെ തോന്നി. അപ്പോൾ ഞാനൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടേ. അല്ല, അവൻ എവിടെയാണ്? വീട്ടിലില്ലേ? ഇല്ല, ഇന്നലെ സുബഹി നിസ്കരിച്ച് എൻ്റെ കുട്ടി പുറപ്പെട്ടതാണ്, ഇതുവരെ വന്നിട്ടില്ല. എങ്ങോട്ടാണ് പോയത്? അട്ടപ്പാടിയിലേക്ക് എന്തോ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ആണോ? അപ്പോൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതോ ഇന്ന് വരുള്ളൂ? എങ്ങനെയാണ് പറഞ്ഞത്? അവന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പോരണേ മോനെ എന്നൊക്കെ. ഉമ്മ ഇൻഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞിട്ട് ഓൻ പോയതാണ്. പിന്നീട് ഒരു വിവരം കിട്ടണില്ല. ഉച്ചയ്ക്ക് വിളിച്ച് വെച്ചിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ
സ്വിച്ച് ഓഫും അല്ല, ബെല്ലടിക്കൊന്നുമില്ല. അതിങ്ങനെ കൂക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പടച്ച റബ്ബേ, കൂടെ പോയത് ഒറ്റയ്ക്കാണ് പോയത്? എങ്ങനെയാണ് കൂടെ? ഒറ്റയ്ക്കല്ല, വേറൊരു ടീമിൻ്റെ കൂടെയാണ് പോയത്. പക്ഷേ അത് ആരാണെന്നോ ഏതാണെന്നൊന്നും കറക്റ്റ് ഒരു ഐഡിയ ഒന്നും ഇല്ല ഞങ്ങൾക്ക്, നമ്പറും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉസ്താദിന് ആകെ വിഷമമായി. ഒരിക്കൽ കൂടി ഷമ്മാസിൻ്റെ ആ നമ്പറിലേക്ക് ഉസ്താദ് ഉമ്മയുടെ മുമ്പിൽ നിന്ന് തന്നെ വിളിക്കുന്നു. പക്ഷേ ഇല്ല, നിരാശയായിരുന്നു ഫലം. ബെല്ലടിക്കുന്നുമില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുമില്ല. എന്തപ്പോൾ ഇതിങ്ങനെ? പഠിച്ചോനെ കാക്കണേ. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ല കേട്ടോ, പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ ആ മോനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പേടിയുള്ള കുട്ടിയാണ്, ഒന്നും സംഭവിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാവലിനുണ്ടാകും, ഒരിക്കലും ഒന്നും സംഭവിക്കൂല, നിങ്ങൾ ആശ്വസിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അവരിനി വിളിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? ഞാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞോളാം. ഉസ്താദെ, എൻ്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. അത് നമുക്ക് ഇവിടെ സ്റ്റേഷനിലൊന്ന് പറയാം കാര്യങ്ങൾ. അല്ല, ഒരു പക്ഷേ ഇന്ന് എത്തുകയാണെങ്കിൽ ചിലപ്പം എത്തിക്കൂടായി ഉണ്ടാവില്ല, കുഴപ്പമില്ല. പക്ഷേ മിസ്സിങ് ആയിക്കഴിഞ്ഞാലേ നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല, നമുക്ക് കണ്ടുപിടിക്കണമല്ലോ എവിടെയെന്ന് വെച്ചാൽ. ഒരു പക്ഷേ ഒരു കുഴപ്പമില്ലാതെ അവിടെ എവിടെയെങ്കിലും റേഞ്ച് ഇല്ലാത്ത ഭാഗത്തായിരിക്കും, നമ്മൾ വെറുതെ ടെൻഷനാവുന്നതായിരിക്കും. ഉസ്താദിൻ്റെ ആ വാക്കുകൾ കേട്ട് ഉമ്മാക്ക് അല്പം ഒരു ആശ്വാസം തോന്നി. റേഞ്ച് ഇല്ലാത്ത ഭാഗത്തായിരിക്കണം പഠിച്ചോനെ എൻ്റെ കുട്ടി, ഒരു കുഴപ്പം എൻ്റെ കുട്ടിക്ക് പറ്റാതെ ഇവിടെ എത്തി കിട്ടിയാൽ മതിയായിരുന്നു. മുട്ടായി കൊടുക്കാനൊന്നും പോയില്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. ഉമ്മ ഉസ്താദിനോട് പറഞ്ഞു, സാരല്ലുമ്മ, നിങ്ങൾക്കറിയല്ലേ, ഷമ്മാസിനായിട്ട് അടുത്ത ബന്ധമുള്ള ആളല്ലേ ഞാൻ, എനിക്ക് അവനെക്കുറിച്ച് അറിയാം. അവന് ഒന്നും പറ്റൂല. ഇൻഷാ അല്ലാ നിങ്ങളുടെ മുൻപിൽ അവനെ ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ ശരി കേട്ടോ, ഞാൻ ഇറങ്ങട്ടെ. ആ ഉസ്താദ് വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് അതാ പോകുന്നു. അപ്പോഴേ തന്നെ അവാസ് വരുന്നു. എന്തുമ്മ, ആരെ വണ്ടിയിൽ വന്നത്? മോനെ, പള്ളിയിൽ ഉസ്താദാണ്. എന്തേ? അല്ലേ, നവാസിനെ വിളിച്ചിട്ട് കിട്ടണില്ല, പള്ളിയിലും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. ഉമ്മ, അവൻ ഇന്ന് വരുമായിരിക്കും, അവൻ അട്ടപ്പാടി പോയതല്ലേ, അവനിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത്ര പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇന്നൊക്കെ വരാനായിരിക്കും ഉദ്ദേശം. എൻ്റെ മോൻ അങ്ങനെ എന്നോട് പറയാതെ ഇങ്ങോട്ടും പോവില്ല. ഇനിയിപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് എൻ്റെ മോനിക്ക് വിളിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഉമ്മ, അത് റേഞ്ച് ഇല്ലാത്ത പ്രോബ്ലംസ് കൊണ്ട് ആയിരിക്കും, നിങ്ങളൊന്ന് വിഷമിക്കല്ലേ, നമുക്ക് അന്വേഷിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല ഓനക്ക്. ഉസ്താദിനാകെ ടെൻഷനായി. ഉസ്താദ് പള്ളിയിലെത്തി. പഠിച്ച റബ്ബേ, എന്താ ഇപ്പം ഇങ്ങനായ കാട്ട, ഒരു വിവരമില്ലല്ലോ. എന്തായാലും അവരോടൊന്ന് വിളിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അവരിനി ഒരുപാട് പ്രതീക്ഷിക്കണ്ടല്ലോ, കാരണം കാര്യങ്ങൾ പറയാം. അന്നതാ എളാപ്പയുടെ ഫോണിലേക്ക് ഉസ്താദ് വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, എത്ര ആളാണ് വരുന്നത് നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തരാമെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തൊക്കെ തന്നെയായാലും ഉച്ച കഴിഞ്ഞപ്പോൾ ടൈമായില്ലേ, അതുകൊണ്ടേ. നുസൈബയുടെ വീട്ടിലും വളരെയധികം സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു അന്ന് നുസൈബ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട റോസാപ്പൂക്കൾ കയ്യിലെടുത്തു. ഷമ്മാസ്, നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തു നിൽക്കുന്നു. എൻ്റെ എല്ലാ ദുഃഖങ്ങളും തീരുന്ന ദിവസമാണല്ലോ ഇന്ന്. അപ്പോഴതാ ഉമ്മ വിളിക്കുന്നു. മോളെ നുസിയേ, ഈ ഇവിടെ? ഉമ്മ, ഞാൻ ഇവിടെ മുറ്റത്താണ്, ഈ ചെടികളും ഇതൊക്കെ ഒന്ന് ശരിയാക്കായിരുന്നേ. മോളെ, പിന്നെ ഇനിയിപ്പോൾ ആരൊക്കെ വരുന്നാവോ? ഇവിടെയൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ചുവരി തുടച്ചാളേ, ചിലപ്പം അമ്മായിയൊക്കെ വരുവേ. റഹീം അവരോട് വിളിച്ചു വെച്ചിട്ട് എത്ര ആൾ വരും എന്നുള്ള കാര്യം ഇതുവരെ ഉറപ്പ് കിട്ടിയിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടത്. എന്തായാലും ആൾക്കാർ എണ്ണൊക്കെ കിട്ടിയാലല്ലേ നമുക്ക് സാധനമൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഉപ്പയും ഉമ്മയും വീട്ടുകാരൊക്കെ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. അതെ, നുസൈബ മോളുടെ പെണ്ണ് കാണലാണ് ഇന്ന്. ഉസ്താദിന് ഈ വിവരം എങ്ങനെ എളാപ്പയെ അറിയിക്കണം എന്നതിനെക്കുറിച്ച് ആകെ ടെൻഷനായി. റഹീം വീണ്ടും ചോദിച്ചു, അല്ല എത്ര ആളെ വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ. അത് എന്തു പറ്റി? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. പ്രശ്നമോ? അല്ല, പ്രശ്നമല്ല. എന്താ നിങ്ങൾ തെളിയിച്ച് പറയേ, ഞങ്ങളെല്ലാവരും കൂടി എല്ലാത്തിനും ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതെ, ചെറിയൊരു സങ്കടം പറയാനുണ്ട്. സങ്കടമോ? പടച്ച റബ്ബേ, എൻ്റെ കുട്ടിൻ്റെ ഒരു വിവാഹം തന്നെ അങ്ങനെ ആയതാണ്.
ഇനിയിപ്പോൾ രണ്ടാമത്തെ വിവാഹത്തിന് ഇതെന്താ മുടക്ക്? മുടക്കൊന്നല്ല. പിന്നെ നിങ്ങളെന്താ പറയാത്ത? ആളെത്ര വരുന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നിങ്ങളെന്താ മനുഷ്യനെ കളിപ്പിക്കുകയാണോ? അതല്ല, നിങ്ങളൊന്ന് സാവകാശം ഒന്ന് കേൾക്കണം. എന്ത് സാവകാശം? എൻ്റെ കുട്ടി ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ടാം വിവാഹത്തിൻ്റെ പെണ്ണ് കാണലാണെന്ന്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന് തുറന്ന് പറയുങ്ങൾ. അല്ലെ ഞാൻ അങ്ങോട്ട് വരണോ? എളാപ്പാക്കതാ അപ്പോഴേക്കും ദേഷ്യം പിടിക്കുന്നു. അതെ, പിന്നെ നിങ്ങളുള്ള കാര്യം പറയട്ടോ. എന്നിട്ട് വേണം നമ്മുടെ ഫുഡിനുള്ള ഓർഡർ കൊടുക്കാൻ വേണ്ടി ജ്യേഷ്ഠ അങ്ങനെ വിളിക്കുകയാണ്. നിങ്ങളെ കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ല ഫോണ്. കാര്യങ്ങൾ എന്താ വെച്ചാൽ പറയേ. ഉസ്താദിന് എന്ത് പറയണം എങ്ങനെ പറയണം എന്നറിയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇന്നലെ ഷമ്മാസ് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രോപ്പർട്ടി, ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഒരു സംഭവം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിയിലേക്ക് പുറപ്പെട്ടതാണ് രാവിലെ. എന്നിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ ആകെ വിഷമത്തിലാണ്. ആഹാ, നിങ്ങൾ ഐഡിയ കൊള്ളാലോ. ഇതിപ്പോൾ വിളിച്ചു വരുത്തി അഭിമാനിക്കുന്ന പോലെയല്ല നിങ്ങൾ. എല്ലാം ഞങ്ങൾ ഒരുക്കി സെറ്റാക്കി വെച്ചപ്പോൾ എല്ലാവരോടും പറഞ്ഞ് എന്ത് പരിപാടി അത്? ഇപ്പം പിടിച്ചൊരു മുങ്ങൽ. ഹേയ്, ഒരിക്കലും മുങ്ങിയതല്ല. അവന് എന്താ അറിയില്ല, അറിഞ്ഞിട്ടില്ല. അവിടെ ഇനി താമസിച്ചോ അതോ ഇന്ന് എത്തോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല. എന്ത് വർത്താനങ്ങൾ ഈ പറയണത്? ഒരു പെണ്ണിൻ്റെ ഭാവി വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ പാടുണ്ടോ? എന്തൊരു മോശമാണ് നിങ്ങൾ. ഇങ്ങനെയൊക്കെ പാടുണ്ടോ? എങ്ങനെയാണോ? നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയിൽ സംസാരിക്കണം. അതായത് എല്ലാം പഠിച്ചവൻ്റെ അടുത്തല്ലേ, ഒക്കെ പഠിച്ചവൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ച് മാന്യമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതാണ്. ഇതൊരു പെണ്ണിൻ്റെ ഭാവി വെച്ചുള്ള കളിയാണ് നിങ്ങൾ ഈ കളിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല. നിങ്ങൾ കറക്റ്റ് ഒന്ന് പറയും. എന്താ ഞങ്ങൾ പെണ്ണിനെ പറ്റായിട്ട് എന്താ മുങ്ങിയില്ലേ? അല്ലെങ്കിൽ എനിക്കറിയായിരുന്നോ ഇങ്ങനെ സ്നേഹിച്ച് നടക്കണമല്ലൊക്കെ വെറുതെയാണ് എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു, ഇഷ്ടമാണ്, സ്നേഹമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ട നൈസായാണ് മുങ്ങി. അത് പറഞ്ഞാൽ മതി, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും ഞങ്ങൾ. ഒരു പെണ്ണിൻ്റെ മാനനഷ്ടമാണിത്. ആ ഉസ്താദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നിങ്ങളെ ഒന്നല്പം ക്ഷമയോടുകൂടെ കേൾക്കണം. ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള സംഭവമാണിത്. ഞങ്ങളെ ഭാഗത്തുള്ള ഞങ്ങൾ ഷമ്മാസിനാണ് ഇത് പറ്റിയിരിക്കുന്നത്. എന്ത് പറ്റിയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞത്? അവിടെ ഇവിടെയും പോയി നൈസായിട്ടാണ് മുങ്ങി നിൽക്കല്ലേ? എന്നാൽ പിന്നെ അതങ്ങോട്ട് ഇല്ലാതായി പോവുമല്ലോ. എന്തിനാണ് വെറുതെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയിട്ട് ഓല ഇഷ്ടം നേടിയിട്ട് പിന്നെ കല്യാണത്തിനോട് അടുക്കുമ്പോൾ നൈസായി അങ്ങോട്ട് മുങ്ങും. നിങ്ങൾ വെച്ചാളേ, നമ്മളെ കുട്ടീൻ്റെ വിധിയാന്ന് കൂട്ടിയാൽ മതി. അതെ, നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. ഞങ്ങളെ മാനസികാവസ്ഥ നിങ്ങളൊന്നറിയണം. കാരണം എല്ലാം ഒരുക്കി വെച്ചതാണ്. അങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങി വെച്ചതാണ് അവന് മിഞ്ഞാന്ന് രാത്രി തന്നെ. അപ്പോൾ അവന് പെണ്ണ് കാണാൻ പോകുമ്പോഴാണുള്ള ഡ്രസ്സ് വരെ എല്ലാം വീട്ടുകാർക്കും ഒക്കെ എടുത്തതാണ്. ഒരിക്കലും നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. നമ്മളെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്തായാലും അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ മിസ്സിങ് ആണ്. അതോ അതിനിടക്ക് വരികയാണെങ്കിൽ തന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് പറയുകയും ചെയ്യും. ഇതെന്താ കുട്ടിക്കളിയാ? നിങ്ങളിങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങളിവിടെ റെഡിയാക്കുക, അല്ലാത്തപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെയോ ഇനി ഓർഡർ കൊടുത്തതൊക്കെ ഞങ്ങൾ മുടക്കണോ? കാക്ക, നിങ്ങൾ ദയവായി ഒന്ന് ക്ഷമയോടെ സംസാരിക്കണം. അത്ര ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും കരുതി കൂട്ടി ചെയ്യുന്നതെന്നല്ലോ പഠിച്ചവൻ്റെ ഒരു വിധിയല്ലേ. നിങ്ങൾക്ക് പറ്റൂല എന്നാണ് പറഞ്ഞോളൂ. ഓനോട് എവിടെയും മുങ്ങാൻ പറയും. ഒരു കുഴപ്പം ഞമ്മക്കില്ല. ഞമ്മക്ക് വേറെയും കിട്ടും കല്യാണമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ റഹീം ഫോൺ കട്ട് ചെയ്യുന്നു. ദേഷ്യത്തോടെ റഹീം അതാ ഇക്കാക്കയുടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു, നുസൈബയെ വിളിച്ചുകൊണ്ട്. നുസൈബ, ഇവിടെ വന്നാ. ഇജി പറഞ്ഞ ചെക്കൻ്റെ പേരെന്താ പറഞ്ഞത്? ഷമ്മാസ്. ഓനെവിടെ? മുങ്ങിയില്ലേ? നൈസ് മുങ്ങൽ. പഠിച്ചോനെ, അത് കേട്ട് നുസൈബ ഞെട്ടിപ്പോയി. എങ്ങോട്ട്? ഹേയ്, അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ആര് പറഞ്ഞു? ഓനെവിടെ? ഇന്നലെ മുങ്ങിക്കണ്. ഇന്നിവിടെ മിഠായി കൊടുക്കൽ നടക്കുന്ന ഓനെ ഇന്നലെ ഇവിടുന്ന് രാവിലെ പോകാൻ പാടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഓന് പോയാൽ പോരെ? ഇത് കൽപ്പിച്ചൂട്ടി കാട്ടിയതല്ലേ? ആണ്, കരുതി കൂട്ടി മുങ്ങിയതാണോനെ. അതൊക്കെ ഓരോ ഷോകൾ ഇറക്കല്ലേ.
ഓരോ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്ത ഓരോ ചെക്കന്മാരും കല്യാണം നിക്കാഹ് അല്ലെങ്കിൽ പെണ്ണ് കാണലൊക്കെ പറയുമ്പോൾ നൈസായാണ് മുങ്ങൽ. ഇതേ ഓരോരുത്തരൊരു സ്വഭാവം. പടച്ച റബ്ബേ, അല്ലാ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? നുസൈബയുടെ കണ്ണിൽ ഇരുട്ടടക്കുന്നു. അവളുടെ കൈകാലുകൾ കുഴയുന്നു. അവൾ ആ കട്ടിലിലേക്ക് ഇരിക്കുന്നു. ചതിച്ചു, പിന്നെയും ചതിച്ചു. ഒന്നേതായാലും അങ്ങനായി, ഇപ്പത്തും അങ്ങനായി. അത് കേട്ടുകൊണ്ട് അതാ ഉമ്മയും ഉപ്പയും. എന്താ റഹീമേ, എന്താ പ്രശ്നം? അതേ, പെണ്ണ് കാണലൊന്നും നടക്കും തോന്നുന്നില്ല. അതെന്തേ? ഉമ്മക്കും ഉപ്പക്കും ആകെ ബേജാറായി. ഓനെ കാണാനില്ലാന്ന്. ഓൻ ഇന്നലെ പോയതാണല്ലോ അട്ടപ്പാടിക്ക്, ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ. ഇനിയിപ്പോൾ ഓൻ അവിടെ പോയി എത്തിയിട്ടൊക്കെ ഇങ്ങോട്ട് വരലൊന്നും നടക്കുമോ? എല്ലാവരും വിളിച്ച് പറഞ്ഞാളി വരാനുള്ളവർക്ക് വരണ്ട എന്നുള്ളത്. ഒന്നും ഓർഡർ ചെയ്യേണ്ട, ഏൽപ്പിക്കണ്ട. ഒക്കെ അറിയട്ടെ അത് അതിനെക്കുറിച്ച്. പഠിച്ചോനെ, എന്താ പറ്റിയതാവോ? മനുഷ്യന്മാരെ കാര്യമല്ലേ. ഉമ്മ ബേജാറായി. ആർക്കറിയാം, അത് മുങ്ങിയതേക്കാരം താത്ത. അല്ല എന്താ, അത്തരക്കാരൊന്നല്ലല്ലോ ഓല്. നല്ല ആൾക്കാരെന്നാണല്ലേ എല്ലാവർക്കും അവരെക്കുറിച്ചുള്ള അഭിപ്രായം. ആയിരിക്കാം. കല്യാണം നിക്കാവും നിശ്ചയമൊന്നും ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ലേ. വെറുതെ അങ്ങനെ പ്രേമിച്ചെടുക്കാനായിരിക്കും ഇഷ്ടം. ഇത് തലയിൽ പെട്ടെന്ന് വന്ന് വീണേ വിചാരിച്ചിട്ടുണ്ടാവില്ല. എളാപ്പയുടെ ആ സംസാരം, അത് നുസൈബയുടെ ഹൃദയം പൊട്ടിക്കുന്ന ഒന്നായിരുന്നു. എന്തൊക്കെയാണ് എളാപ്പ പറയുന്നത്? എളാപ്പ വേണ്ട, പ്ലീസ്, അങ്ങനെയൊന്നും പറയണ്ട. എന്താ നുസൈബ എനിക്ക്? ആരെങ്കിലും ഒരു ആണുങ്ങളൊന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞു വിചാരിച്ചിട്ട് അതിൽ നമ്മൾ പെടാൻ പാടില്ല. ഇപ്പം കണ്ടില്ലേ, ഈ ദിവസം തന്നെ ഓന് മുങ്ങണ്ടീനോ? അല്ല, ഇത് കഴിഞ്ഞിട്ട് പോയിക്കൂടെ? സന്തോഷകരമായ ആ വീട് മരണവീട് പോലെയായി. പഠിച്ചോനെ, എന്തൊക്കെയാണ് റഹ്മാനെ? ഉമ്മക്കും ആകെ ടെൻഷനായി, ഉപ്പക്ക് അതിലേറെ. ഉമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് മംഗല്യഭാഗ്യം ഇല്ലേ? ഒന്നാമത്തത് ഏതായാലും അങ്ങനെയായി. രണ്ടാമത്തെ ഇതാ കാണാൻ വരുന്ന ദിവസം പുതിയാപ്പിളിനെ കാണാനല്ലാന്ന്. അവരുടെ ആ സന്തോഷകരമായ ആ നിമിഷങ്ങൾ അതെല്ലാം അവിടെ മാഞ്ഞുപോയി. വീട്ടിൽ മൂകത തളം കെട്ടി നിൽക്കുന്നു. ഒരു ഭാഗത്ത് നുസൈബ തേങ്ങിക്കരയുന്നു. ഉമ്മയും ഉപ്പയും മറുഭാഗത്ത്. അല്ലാ, ഷമ്മാസ് അങ്ങനെ ചെയ്യൂ? ഒരിക്കലുമില്ല. ഷമ്മാസിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവൻ്റെ ഹൃദയം അത്രക്കും ലോലമാണ്. ഹേയ്, ഒരിക്കലും ചതിക്കൂല അവനെ. നുസൈബ ഉള്ള ധൈര്യത്തിൽ ആ ഫോണെടുത്ത് അതാ ഷമ്മാസിനെ വിളിക്കുന്നു. പടച്ച റബ്ബേ, ഫോൺ ബെല്ലടിക്കുന്നില്ല. അല്ലാ, എന്തൊരു പരീക്ഷണമാണിത്. അപ്പോൾ ഷമ്മാസ് എന്നെ ചതിച്ചോ? ഹേയ്, എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ എന്നെ ഒരിക്കലും ചതിക്കില്ല, അതെനിക്കറിയാം. ഇല്ല, ഒരിക്കലും അവൻ എന്നെ ചതിക്കൂല. അവൻ അത്രക്കാരനല്ല. ഇതെന്തോ ചതിയുണ്ട്. ഇതിലെന്തോ ചതി നല്ല രീതിയിലുണ്ട്. ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കലും ഷമ്മാസ് എന്നെ ചതിക്കൂല. അവൻ വാക്ക് പാലിക്കുന്നയാളാണ്. ഉമ്മ അതാ അവളുടെ അടുത്തേക്ക് വരുന്നു. മോളെ നുസിയെ, സാരല്ലേട്ടാ. എൻ്റെ കുട്ടിക്ക് നമ്മളെ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ വരണ്ടേ, അത് സാരല്ല. എല്ലാം അള്ളാഹുവിൻ്റെ വിധി, അത് വിചാരിച്ചാൽ മതി. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇതിനേക്കാളും വലിയൊരു വിഷമം ഈ അനുഭവിച്ചതല്ലേ, ഇത് അത്രയൊന്നുമില്ലല്ലോ. നുസൈബ ഏകാന്തതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇല്ല, ഒരിക്കലും ഷമ്മാസ് എന്നെ ചതിക്കില്ല, അതെനിക്കറിയാം. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഉപ്പാക്ക് മോളുടെ മുന്നിലേക്ക് തന്നെ വരാൻ മടി. കാരണം അവളുടെ ആ സങ്കടം കാണാൻ ഉപ്പാക്ക് ഇനിയും കഴിയില്ല. പഠിച്ചോനെ, ആരൊക്കെ ഇനി പെണ്ണു കാണലിന് വരും? മിഠായി കൊടുക്കലിന് വേണ്ടിയിട്ട് ആരോടൊക്കെ പറഞ്ഞു എന്ന് പോലെ ഓർമ്മയില്ല. അമ്മായി വരും. പിന്നെ പറഞ്ഞവരോടൊക്കെ എന്ത് പറയും? ആ ഉമ്മയും വളരെയധികം വിഷമിക്കുന്നുണ്ട്. പഠിച്ച റബ്ബേ, പാവൻ്റെ കുട്ടി എത്ര ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരിക്കും. ഇത്ര പെട്ടെന്ന് ഇതില്ലാതാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. പഠിച്ചോനെ, ആ കുട്ടിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അല്ലാ, എന്തൊക്കെ തന്നെയായാലും അവർക്കും ഉണ്ടാവില്ലേ, ഉമ്മയും ബാപ്പയൊക്കെ എത്ര വേദനിക്കുന്നുണ്ടാവും അവർ. പഠിച്ചോനെ, ഇത് അവർ ഞങ്ങളെ അല്ലെങ്കിൽ ചതിക്കാനല്ലെങ്കിൽ ശരിക്കും അവനെ കാണാനില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പഠിച്ച റബ്ബേ, നീ പെട്ടെന്ന് കാണിച്ചു കൊടുക്ക് റഹ്മാനെ. മനുഷ്യന്മാരെ കാര്യമല്ലേ, നമ്മളെല്ലാം ചതിച്ചു പറ്റിച്ചു എന്നും പറയുന്നത് ശരിയല്ലല്ലോ.
അവരുടെ മാനസികാവസ്ഥയും നമ്മൾ അറിയണമല്ലോ. നുസൈബയുടെ സമനില ആകെ തെറ്റിയ പോലെയാണ്. പഠിച്ചോനെ, ഇപ്പോൾ വരും ഷിഫയെല്ലാം ഇങ്ങോട്ട്. ഞാൻ എന്താ പറയുക? അവൾ മനമില്ല മനസ്സോടുകൂടെ അതാ ഫോൺ എടുക്കുന്നു. അവളുടെ കൈ വിറക്കുന്നുണ്ട്. അവളതാ ഷിഫയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ഷിഫ, എടേ, ഇന്ന് നീ വരണ്ട കേട്ടോ. അത് മതി, അത് മാത്രം മതി. ഇന്ന് ക്ലാസ് എല്ലാം കട്ടാക്കിയിട്ട് അവർ വരും എന്ന് കരുതി നിന്നതാണ്. അപ്പോൾ അവൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതുമായിരുന്നു. നുസൈബ തളർന്നു കിടക്കുകയാണ്. അവൾക്ക് എന്താണെന്നറിയില്ല. താൻ ഇതുവരെ മനസ്സിൽ സൂക്ഷിച്ച, ഇതുവരെ എനിക്ക് സ്നേഹം തന്ന ആ ഷമ്മാസ് അവനെവിടെ? അവനെ കാണാനില്ല എന്നാണല്ലോ കേട്ടത്. പക്ഷേ ഒരിക്കലും ചതിക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. അവൻ ചതിക്കുന്ന ആളല്ല. പഠിച്ചോനെ, എവിടെയാണെങ്കിലും നീ പെട്ടെന്ന് എത്തിക്കണേ റഹ്മാനെ. നുസൈബ തേങ്ങി കരയുകയാണ്. അപ്പോഴേക്കും അയൽവാസിയായ ആ നബീസ് താത്ത അതാ വരുന്നു. ആ താത്ത വരുന്നത് തന്നെ പേടിയാണ്. നുസ്രത്തെ, അതാ ഉമ്മയെ നബീസ് താത്ത വിളിക്കുന്നു. ആ താത്ത, ഇങ്ങോട്ട് കയറിക്കോളി. എന്തേ, ഇവിടെ നിന്ന് എന്താ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേട്ടല്ലോ? പെണ്ണാണാൻ വരല്ലോ, കല്യാണം ദിവസം ഉറപ്പിച്ചല്ലോ, എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞേട്ടല്ലോ. എപ്പോഴാ താത്ത? അത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അല്ല, എന്നിട്ടിപ്പോൾ എന്തേ, എന്തൊക്കെയാണ് ഒരുക്കങ്ങളൊക്കെ ആയോ? താത്ത, അത് വലിയ ഉറപ്പില്ല. ഓല് ഇനി ചിലപ്പം പിന്നെ ഒരു ദിവസം വരുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. അതെന്തേ? കുട്ടിക്കിപ്പോൾ പെൺകെട്ടിന് ഭാഗ്യമില്ലല്ലേ? ഒന്നേതാണ് ഏതായാലും അന്ന് അങ്ങനെ ആയിക്കാണ്ട് കല്യാണം അങ്ങോട്ട് മുടങ്ങി പോയി, ഇവിടെ ഒഴിവാക്കി. അപ്പം അത് രണ്ടാമത് കല്യാണം ഉറപ്പിച്ചതും ഇങ്ങനെ തന്നെ. വല്ലാത്തൊരു പുതുമ. കുട്ടിക്കേ ചില പെൺകുട്ടികൾക്കുള്ളൊരു ഇതാണത്, മാപ്പിളാർ നിൽക്കൂല. ഒന്നാമത്തെ ഇപ്പോൾ ഏതായാലും അങ്ങനെ ആയില്ലേ. അപ്പോൾ രണ്ടാമത്തതൊക്കെ ഉറച്ച് ശരിയാക്കിയപ്പോൾ ഇതാ ഇങ്ങനെയായി. അതിൻ്റെ കുഴപ്പം തന്നെ. ചില പെൺകുട്ടികൾക്ക് കാലാകാലം മാപ്പിളാരുണ്ടാവില്ല. അവർക്ക് മാപ്പിളാർ നിൽക്കൂല. അതിൽ പെട്ടതന്നെ ഇക്കാരം നുസൈബിയും. അല്ല അപ്പം എന്താ പറയുക? ആ താത്തയുടെ ആ വാക്ക് കേട്ട് ഉമ്മയുടെ ഹൃദയം വല്ലാതെ അങ്ങ് പിടഞ്ഞു. താത്ത, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, മനുഷ്യന്മാരെ കാര്യമല്ലേ. അല്ല കുട്ടിയെ, അത് ചിലവർക്കുള്ളൊരു ദോഷമാണ്. അവർക്ക് ആണുങ്ങളൊപ്പം നിൽക്കാനേ പറ്റൂല. അങ്ങനെയാണ് ഇപ്പോൾ ആദ്യത്തെ അങ്ങനെ ആയി, നിങ്ങൾ പോന്നില്ലേ. ഇപ്പോൾ രണ്ടാമത്തേതാ അതും ഇങ്ങനെ ആയപ്പോൾ ഇതും ഇങ്ങനെ ആയില്ലേ. അതാണ് പറഞ്ഞത്, ആ ഒരു കേടാണ്. ചില പെൺകുട്ടികൾക്കൊക്കെ ഉണ്ട്, അതേപോലെ ചില ആണുങ്ങൾക്കും ഉണ്ടാകും കേട്. അതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മംഗല്യഭാഗ്യം ഉണ്ടാവില്ല. ഉണ്ടാവും, കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെ ഇങ്ങോട്ട് പെരേക്ക് പോരും. അതേപോലെ അത് കേട്ട് ഉമ്മ ഞെട്ടിത്തെറിച്ച്, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് മംഗല്യഭാഗ്യം ഇല്ലേ? അല്ലാ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ പഠിച്ചോനെ. അത് നുസൈബയും കേട്ടു. അവൾക്ക് അത് കേട്ടപ്പോൾ ഒന്നും തോന്നിയില്ല. വേണ്ട, മംഗല്യഭാഗ്യം ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഷമ്മാസിനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അത് മാത്രമായിരുന്നു അവളുടെ ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അമ്മായി വരുന്നു. വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കടന്നു വരുന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥ, ഈ ഒരു വാർത്ത കേട്ട് എല്ലാവർക്കും വലിയ സങ്കടമാണ്. സാരില്ല, നമുക്ക് പഠിച്ചവൻ്റെ വിധി ഉണ്ടേ വരും. അള്ളാഹു ഉണ്ടല്ലോ മുകളിൽ, നമ്മളെ കാര്യങ്ങളൊക്കെ ഓൻ ഏറ്റെടുത്തോളും. ഹൈറാണെങ്കിൽ നടക്കട്ടെ, ഷെറാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. അത് ചിലപ്പം ഷെറായിരിക്കും, അതുകൊണ്ടായിരിക്കും പഠിച്ചവനുണ്ട് ഒഴിവാക്കി തന്നത്. അല്ലാതെ വേറൊന്നും വിചാരിക്കണ്ട. നന്മയും തിന്മയൊക്കെ പഠിച്ചവൻ്റെ അടുത്ത് നിന്നല്ലേ. അമ്മായി അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. തൻ്റെ ആങ്ങളുടെ മോൾക്ക് ഒരു മംഗല്യഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് അമ്മായിക്കും ഏറെ പ്രതീക്ഷയോടെയാണ് അമ്മായി വന്നിരുന്നത്. അത് കേട്ടപ്പോൾ അമ്മായിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നവരെല്ലാം ദുഃഖത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഷമ്മാസിൻ്റെ വീട്ടിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷമ്മാസിൻ്റെ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട ഷാമോന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാ, എൻ്റെ കുട്ടിക്ക് ഒരു പോറൽ പോലും നീ വരുത്താതെ എൻ്റെ മുൻപിൽ നീ എത്തിക്ക് റഹ്മാനെ. കല്യാണവും പെണ്ണ് കാണാൻ പോലും ഒന്നും വേണമെന്നില്ല, അതൊക്കെ പിന്നെ മതി. എൻ്റെ കുട്ടിയെ നീ എനിക്കൊന്ന് കാണിച്ചു തരണം റഹ്മാനെ. എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേ റഹ്മാനെ. അപ്പോഴേക്കും ഫൈസലും നവാസുമെല്ലാം അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി പോകുന്നു. ഷമ്മാസ് എവിടെ? ആർക്കും ഒന്നും അറിയുന്നില്ല.
അട്ടപ്പാടിയിലേക്കാണ് പോയത്, അതറിയാം. ബാക്കിയൊന്നും അറിയുന്നില്ല. ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം അട്ടപ്പാടിയിലേക്ക് പോയതാണ്. പക്ഷേ പിന്നീട് ഒരു വിവരവുമില്ല. അന്ന് ഉച്ചയ്ക്ക് ലാസ്റ്റ് കോള് ചെയ്തതാണ്. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട പോലെയാണ്. ബെല്ലടിക്കുന്നില്ല, സ്വിച്ച് ഓഫ് അതും പറയുന്നില്ല. തൻ്റെ അനിയൻ്റെ ആ ഒരു മിസ്സിംഗ് കേസ് കേട്ടപ്പോൾ ശരിക്കും ജ്യേഷ്ഠന്മാരായ ഫൈസലിനും നവാസിനും മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞങ്ങൾ അനിയൻ തന്നെയല്ലേ. ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി കൂടിയാണ് അവന്. കാരണം ഉമ്മക്കനുസരിച്ച് ഇങ്ങനെ നിൽക്കും, ഉമ്മയുടെ ഇഷ്ടത്തിന് അങ്ങനെ നിൽക്കും. ഞങ്ങളെയൊന്നും അതിന് കിട്ടില്ല, അവനെ എല്ലാത്തിനും കിട്ടുമായിരുന്നു. അല്ലെങ്കിലും ഉമ്മമാരെ കൂടുതൽ സ്നേഹമുള്ള മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റും, അത് സ്വാഭാവികം തന്നെയാണ്. അന്വേഷണം അട്ടപ്പാടിയിലേക്കും വ്യാപിക്കുന്നു. ഞങ്ങളുടെ അനിയനെ ഒന്ന് ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജ്യേഷ്ഠന്മാർ അപ്പോൾ ആഗ്രഹിച്ചു പോയി. അതെ, ശരിക്കും നടക്കും. എല്ലാവരും പരസ്പരം ശത്രുക്കളായിരിക്കും. പക്ഷേ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലും പറ്റി എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ ഒരു നിമിഷം കാണാതെയായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് ആരുടെയും മനസ്സ് ഒന്ന് പിടക്കുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞനിയനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവരെല്ലാം ആഗ്രഹിക്കുന്നു. ഷമ്മാസ് എവിടെ പോയി? എങ്ങോട്ടാണ് പോയത്? സ്ഥലം മാത്രം അറിയാം. അത് എവിടെയാണെന്നോ ഏത് ഭാഗത്തേക്കാണെന്നോ ഒരു പിടുത്തവുമില്ല. അട്ടപ്പാടി ആ ഒരു പേര് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനോ കാര്യങ്ങളോ അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയുന്നില്ല. എന്നാൽ അവിടെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. ഷമ്മാസ് എന്ന പേരുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന ഒരു പേഷ്യൻ്റ് അവിടെയെങ്ങും ഇല്ല. ഷമ്മാസ് എവിടെ എന്നതിനെക്കുറിച്ചാണ് എല്ലാവർക്കും ചോദിക്കുവാനുള്ളത്. അവൻ എങ്ങോട്ട് പോയി? CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ അവൻ്റെ ആ റെഡ് കാറ് അതാ അട്ടപ്പാടി ഭാഗത്തേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് അട്ടപ്പാടി ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഫോറസ്റ്റുള്ള ഭാഗങ്ങളിൽ CCTV ദൃശ്യമല്ലാത്ത ആ ഭാഗങ്ങളിൽ ഒന്നും കിട്ടുന്നുമില്ല. എല്ലാവരും ഷമ്മാസിനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞു. നല്ലൊരു കുട്ടിയായിരുന്നു, നല്ലൊരു മോനായിരുന്നു. പള്ളിയിലെല്ലാം സംസാരം. എത്ര നല്ലൊരു മോനായിരുന്നു. സുബഹിനെ എന്നും പള്ളിയിൽ ജമാഅത്തിനെത്തുന്ന ആ ഷമ്മാസ് അവനെവിടെ? അല്ലെങ്കിലും നല്ല കുട്ടികളെ പഠിച്ചോൻ വേഗം കൊണ്ടുപോകുമെന്ന് പറയില്ലേ, അതേപോലെ ഇപ്പോൾ കാര്യങ്ങൾ. എവിടെയാണാവോ? പഠിച്ചോനെ എവിടെയാണെങ്കിലും കണ്ടെത്തിക്കൊണ്ട് എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട ഷമ്മാസ് ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങിയ കുട്ടിയായിരുന്നു. അവനാണ് ഇങ്ങനെയൊരു ഇത് പറ്റിയത്. പഠിച്ചോനെ കാത്തു രക്ഷിക്കണേ. വീട്ടുകാരോടും നാട്ടുകാരോടുമെല്ലാം നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ഷമ്മാസ്, അവൻ്റെ ആ ഒരു മിസ്സിങ് എല്ലാവർക്കും വളരെയധികം വേദനയുള്ള ഒന്നായിരുന്നു. പള്ളിയിലെ ഉസ്താദ് തന്നെ പറഞ്ഞു, ഈ ഒരു നാട്ടിൽ അങ്ങനെ ഒരു കുട്ടിയില്ല. കാരണം ഈ ഒരു നാട്ടിൽ ഞാൻ ഇത്ര ദിവസമായി ഇവിടെ വന്നിട്ട്, എന്നിട്ട് ആ ഒരു പ്രായത്തിലുള്ള ആരെങ്കിലും കൃത്യമായ സുബഹിനെ എന്നും ആ ഒരു ഫസ്റ്റത്തെ സെഫിൽ വന്ന് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ആ ഷമ്മാസാണ്. അതുപോലെ മറ്റൊരുത്തിനെ ഞാൻ കണ്ടിട്ടില്ല. മരണപ്പെട്ട ഉപ്പയുടെ അടുക്കൽ പോയി ഖബറിങ്ങൽ പോയി ദുആ ചെയ്യുന്ന കുട്ടി ഇവിടെ ഒന്നൊരു കുട്ടി അങ്ങനെ ഉണ്ടാവാറില്ല. പ്രായമായവരൊക്കെ വരും എന്നല്ലാതെ ആ പ്രായത്തിലുള്ള ആരും പള്ളിയോട് ബന്ധമില്ലാത്തതാണ്. പക്ഷേ ഇവൻ പള്ളിയുമായും ഉസ്താദുമായും എല്ലാ നല്ല ആളുകളോടും പ്രായമുള്ളവരോടും കുട്ടികളോടുമെല്ലാം നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മോനായിരുന്നു. പലരും പറഞ്ഞു അത് പഠിച്ചവൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ഓനെ നല്ല സ്വഭാവം കൊണ്ട് അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വരാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനെ അള്ളാഹു സംരക്ഷിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ ആർക്കും കഴിയുന്നില്ല. ഉമ്മയും സാജിത്തയും കരഞ്ഞ് തളർന്നിരിക്കുന്നു. ഉമ്മാൻ്റെ കുട്ടിയെ, ഉമ്മാൻ്റെ ഷാമോനെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് വരി, നമുക്ക് കാണാൻ പൂതിയായിട്ടാണ്, നമുക്ക് പോകണ്ടേ, എൻ്റെ കുട്ടിക്കൊരു പെണ്ണ് കാണാൻ വേണ്ടി പോകണ്ടേ, നമുക്ക് ഉമ്മാൻ്റെ കുട്ടി പറഞ്ഞ കുട്ടീനെ തന്നെ കാണാൻ പോവട്ടോ, ഉമ്മ വേഗം നിക്കാഹൊക്കെ കഴിപ്പിച്ച് തരാം, എൻ്റെ കുട്ടീൻ്റെ കൂടെ ഓള് ജീവിച്ചോട്ടെ, എൻ്റെ കുട്ടീൻ്റെ ആഗ്രഹമല്ലേ. ഉമ്മ ഓരോന്ന് പിച്ചിയും പായും പറയുന്നുണ്ട്. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വന്നാൽ മതി ഉമ്മാൻ്റെ അടുത്തേക്ക്, അത് മതി, വരി, നമുക്ക് കല്യാണം ഒന്നും വലിയ രീതിയിൽ നടത്തണ്ട, വേഗം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം വീട്ടിക്ക്.
കല്യാണമൊക്കെ പിന്നെ നടത്താം. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വന്നാണ്. എവിടെ നിങ്ങൾ പോയി കിടക്കണത്? ഉമ്മക്ക് കാണാൻ പൂതിയായിട്ട് വയ്യല്ലോ. ഉമ്മ ഓരോന്ന് സ്വയബോധമില്ലാതെ പറയുകയാണ്. അതെ, തൻ്റെ ഷാമോന്, തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പൊന്നുമോന് നഷ്ടപ്പെട്ട ആ ഉമ്മയുടെ ദയനീയമായ ആ കരച്ചിൽ അത് കണ്ടു നിന്നവരെല്ലാം പൊട്ടി പൊട്ടി കരയുകയാണ്. എല്ലാവരും പടച്ചോനോട് ദുആ ചെയ്യുന്നുണ്ട്. പടച്ചോനെ, അവനൊന്നും പറ്റരുത് എന്നുള്ളത്. ആ ഒരു സമയത്തും ഉമ്മ പറയുകയാണ്, പടച്ചോനെ, എൻ്റെ കുട്ടിയെ നീ എനിക്ക് തിരിച്ചു തരണം കേട്ടോ. എൻ്റെ കുട്ടി ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പെണ്ണിനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എൻ്റെ കുട്ടിയെ എനിക്ക് നീ തിരിച്ചു തരണം. അല്ലാ, എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോവല്ലേ. ഞാൻ മരിച്ചിട്ട് ഓനെ നീ കൊണ്ടുപോയാൽ മതി. എനിക്ക് ഓന് മാത്രമേ ഉള്ളൂ അല്ലാ. ഉമ്മ പൊട്ടി പൊട്ടി കരയുകയാണ്.